ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഈ കിളി പറക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോണേൽ ഈ മൂവി കണ്ടാൽ മതി. സിനിമയെ കുറിച്ചിട്ട് ചുരുക്കി പറയുകയാണെങ്കിൽ, ഒരു ദിവസം ഒരു സ്ത്രീ തൻ്റെ ഹസ്ബൻഡ് തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന പരാതിയിൽ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. അവരെന്നിട്ട് കേസ് ഫയൽ ചെയ്തു. എന്നിട്ട് ഈ ഹസ്ബൻഡ് തൻ്റെ വക്കീലായിട്ട് ഒരാളെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ആ വക്കീല് അന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന പല രഹസ്യങ്ങളും പുറത്തു വരുന്നത്. ക്ലൈമാക്സിലാണെങ്കിൽ നല്ലൊരു അടിപൊളി ട്വിസ്റ്റും ഉണ്ട്. അപ്പം നമുക്ക് നേരെ സിനിമയിലേക്ക് പോകാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു വീടാണ് കാണിക്കുന്നത്. പർദ്ദയൊക്കെ ഇട്ടിട്ടുള്ള ഒരു സ്ത്രീ ആ വീട്ടിൽ നിന്നും എന്തൊക്കെയോ കുറേ സാധനങ്ങൾ മോഷ്ടിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അവിടെ ഉണ്ടായിരുന്ന ക്യാഷും ഓർണമെൻറ്റ്സും വേറെ കുറേ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ഇവരൊരു പെട്ടിയിലേക്ക് വാരിയിടുന്നുണ്ട്. എന്നിട്ട് ആ സ്ത്രീ നേരെ വീടിൻ്റെ മുകളിൽ ഒരു റൂമിലേക്ക് പോകുന്നുണ്ട്. അവിടെ പക്ഷെ നമുക്ക് ആരെയും കാണാൻ സാധിക്കില്ലെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പുരുഷന്റെ കരച്ചിൽ കേൾക്കാമായിരുന്നു. അതിൽ നിന്നും നമുക്ക് ആളെവിടെ കെട്ടിയിട്ടേക്കുവാണെന്ന് മനസ്സിലാകും. എന്നിട്ട് ആ സ്ത്രീ ഒരു വലിയ ഇരുമ്പ് പെട്ടി ആ റൂമിൽ നിന്നും പുറത്തേക്ക് എടുത്ത് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് അവർ ആ പെട്ടി തുറന്നിട്ട് അതിനുള്ളിൽ നിന്നും ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ആ ഫോട്ടോ കാണിച്ചു തരുന്നില്ല. എന്നിട്ട് ആ സ്ത്രീ ആ ഫോട്ടോ കത്തിച്ച് കളയുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് ആ സ്ത്രീ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുവാണ്. അതിൽ അവർ പറയുന്നത്, ഇന്ന് തൊട്ട് എന്നെ ആരും അന്വേഷിക്കണ്ട, ആർക്കും എന്നെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല, ഞാൻ ഇവിടെ നിന്നും പോവുകയാണ്. മാത്രമല്ല അവളുടെ ഐഡന്റിറ്റി തെളിയിക്കുന്ന എല്ലാ രേഖകളും തന്നെ അവൾ നശിപ്പിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. കൂടാതെ അവർ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ 3 വർഷമായിട്ട് അവരൊരു പാപം ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആരും ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ഒരു പാപം. പക്ഷേ അത് എന്താണെന്ന് പറയുന്നതിന് മുൻപ് തന്നെ ആ സീൻ അവിടെ വെച്ച് കട്ടാവുകയാണ്. അത് കഴിഞ്ഞിട്ടുള്ള സീനിൽ കാണിക്കുന്നത് നമ്മുടെ സിനിമയിലെ നായകനായിട്ടുള്ള അഡ്വക്കേറ്റ് മാനസ് വർമ്മയാണ്. ആളുടെ ക്ലയന്റ് ആയിട്ടുള്ള രഘുറാം സിംഗുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഈ രഘുറാം സിംഗിന്റെ മേലിൽ ഒരു പോലീസ് കേസ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ അയാളുടെ ഭാര്യയായിട്ടുള്ള സിന്ദൂര സിംഗിനെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ അഡ്വക്കേറ്റ് അയാളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനായിരുന്നു നിങ്ങളുടെ ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ചതെന്ന്. അപ്പോൾ രഘുറാം സിംഗ് പറയുന്നത്, ഞാൻ അവളെ കൊല്ലാനൊന്നും ശ്രമിച്ചിട്ടില്ല, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന്. അപ്പോൾ നമ്മുടെ അഡ്വക്കേറ്റ് അയാളോട് പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും കോടതിയിൽ പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും നിങ്ങൾ തന്നെ കുറ്റക്കാരനാണെന്ന് പ്രോസിക്യൂഷൻ തെളിയിക്കുന്നു. അപ്പോൾ രഘുറാം സിംഗ് ഒരു കാര്യം പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു, പക്ഷേ അവളുടെ നിഘണ്ടുവിൽ സ്നേഹം എന്ന് പറയുന്ന ഒരു വാക്കേ ഇല്ലായിരുന്നു. അവൾക്ക് സ്നേഹം എന്ന് പറയുന്നത് മറ്റു പല കാര്യങ്ങളുമായിരുന്നു. അപ്പോൾ നമ്മുടെ അഡ്വക്കേറ്റ് ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ അങ്ങനെ പറഞ്ഞതെന്ന്. അത് കേട്ടിട്ട് രഘുറാം സിംഗ് പറയുന്നത്, അവൾ എന്നെ വഞ്ചിക്കുമായിരുന്നു. ഞാനില്ലാത്ത സമയങ്ങളിൽ അവൾ മറ്റു പുരുഷന്മാരെ വീട്ടിലേക്ക് വിളിച്ച് കയറ്റാറുണ്ട്. അന്ന് ഞാൻ അവളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന് പറയുന്ന ദിവസവും ആരോ ഒരാൾ സ്റ്റോറേജ് റൂമിൽ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അത് ഉറപ്പായിട്ടും തൻ്റെ ഭാര്യ തന്നെ വിളിച്ച് കയറ്റിയ ആളായിരിക്കും. അയാൾ ഒരു കത്തിയുമായിട്ട് തന്നെ ആക്രമിക്കാൻ വന്നപ്പോഴാണ് ഞാൻ തിരിച്ചു പ്രതികരിച്ചതും അവർക്ക് പരിക്കേറ്റതും എന്ന്. ഇത് കേട്ടിട്ട് നമ്മുടെ അഡ്വക്കേറ്റ് ചോദിക്കുന്നുണ്ട്, ആരായിരുന്നു ആ ഒളിച്ചിരുന്ന ആളെന്ന്. അത് കേട്ടിട്ട് രഘുറാം സിംഗ് പറയുന്നുണ്ട്, ഇരുട്ടായത് കൊണ്ട് തന്നെ ഞാൻ ആളുടെ മുഖമൊന്നും അങ്ങനെ കറക്റ്റായിട്ട് കണ്ടിട്ടില്ല. ഇനി നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെങ്കിൽ എൻ്റെ ഭാര്യയോട് തന്നെ ചോദിക്കേണ്ടി വരുമെന്ന്. മാത്രമല്ല അവളുടെ സ്വഭാവമൊക്കെ ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ വീട്ടിൽ പോയിട്ട് ആ ഡയറി വായിച്ചു നോക്കാമെന്ന്. കൂടാതെ ഈ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് ഓഫീസർ ശ്രീവാസ്തവയോട് ഓൾറെഡി രഘുറാം സിംഗ് പറഞ്ഞിട്ടുണ്ടെന്നും ആൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ അഡ്വക്കേറ്റിന് സംശയമായി, ഇനി രഘുറാം സിംഗ് പറയുന്നതിൽ എന്തേലുമൊക്കെ കാര്യം ഉണ്ടാവോ? ഇനി രഘുറാം സിംഗിന്റെ ഭാര്യ സിന്ദൂര സിംഗ് ആയിരിക്കുമോ പ്രതി? അവൾ അവളുടെ സൗകര്യത്തിനായിട്ട് രഘുറാം സിംഗിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കേസ് മനഃപൂർവ്വം ഉണ്ടാക്കിയതായിരിക്കുമോ എന്നൊക്കെ നമ്മുടെ അഡ്വക്കേറ്റ് മാനസ് വർമ്മയുടെ മൈൻഡിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ അഡ്വക്കേറ്റ് നേരെ സിന്ദൂര സിംഗിനെ കാണാൻ പോവാൻ തന്നെ തീരുമാനിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തുമ്പ് ലഭിക്കുന്നു നമ്മുടെ അഡ്വക്കേറ്റിന് തോന്നി. അങ്ങനെ അയാൾ നേരെ ആ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് അവിടുത്തെ സെക്യൂരിറ്റിയോട് സിന്ദൂര സിംഗില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇയാളാണെങ്കിൽ എന്തോ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ നമ്മുടെ അഡ്വക്കേറ്റിനെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു. അയാളുടെ മുഖത്ത് എന്തൊക്കെയോ നിഗൂഢതകളുണ്ട്. എന്നിട്ട് അഡ്വക്കേറ്റ് കുറേ പ്രാവശ്യം ഈ ഗേറ്റ് തുറന്നു കൊടുക്കാൻ പറഞ്ഞിട്ട് അവസാനം സെക്യൂരിറ്റി ഗേറ്റ് തുറന്നു കൊടുത്തു. ആ വീടിന്റെ കോമ്പൗണ്ടിലേക്ക് കയറിയപ്പോൾ തന്നെ നമ്മുടെ അഡ്വക്കേറ്റിന് എന്തൊക്കെയോ കുറെ സംശയങ്ങളുണ്ടായി. കാരണം ആ വീടിന്റെ ഔട്ട് ഹൗസിൽ നിന്നും ആരോ ഒരാൾ നമ്മുടെ അഡ്വക്കേറ്റിനെ തന്നെ തുറച്ചു നോക്കി നിൽപ്പുണ്ട്. അഡ്വക്കേറ്റ് ഇത് കണ്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ ആൾ അപ്പം തന്നെ ജനലിന്റെ കർട്ടൻ ഇട്ടിട്ട് അവിടെ നിന്നും മറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അഡ്വക്കേറ്റ് ആ വീടിന് ഡോറിൽ മുട്ടുമ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് ഡോറ് തുറക്കുന്നുണ്ട്. അതായിരുന്നു സിന്ദൂര സിംഗ്. ആളുടെ തലയിൽ എന്തോ മുറിവൊക്കെ പറ്റിയിട്ട് മുറിവൊക്കെ വെച്ച് കെട്ടിയേക്കുന്നത് നമുക്ക് കാണാം. എന്നിട്ട് അഡ്വക്കേറ്റ് പറയുന്നുണ്ട്, ഞാൻ രഘുറാം സിംഗിന്റെ വക്കീലാണ്, എനിക്ക് നിങ്ങളോട് 5 മിനിറ്റ് ഒന്ന് സംസാരിക്കണമെന്ന്. പക്ഷെ അവൾ അതൊന്നും കേൾക്കാണ്ട്, എനിക്ക് എന്റെ ഭർത്താവിന്റെ വക്കീലിനോടൊന്നും തന്നെ സംസാരിക്കാനില്ല, എനിക്ക് പറയാനുള്ളതൊക്കെ പോലീസ് ഓഫീസർ ശ്രീവാസ്തവയോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവരെ പോയി കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ആ ഡോർ അടക്കുവാണ്. അഡ്വക്കേറ്റ് കുറെ പ്രാവശ്യം അതിന്റെ ഡോറ് തട്ടി
വിളിച്ചെങ്കിലും പുള്ളിക്കാരി പിന്നെ ഡോറ് തുറക്കുന്നില്ല. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു പോവാൻ നോക്കുമ്പോൾ നേരത്തെ കണ്ട ഔട്ട് ഹൗസില്ലേ അതിന് പുറത്തായിട്ട് ഒരാൾ നിൽക്കുന്നു. അയാളെ കാണുമ്പോൾ തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ നമുക്ക് തോന്നും. കയ്യിൽ ചെടിയൊക്കെ വെട്ടണ വലിയ സീസേഴ്സ് ഇല്ലേ അതൊക്കെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇയാളുടെ ഈ നിൽപ്പും നോട്ടവും ഭാവവും ഒക്കെ കണ്ടിട്ട് നമ്മുടെ അഡ്വക്കേറ്റിന് എന്തോ ഒരു പന്തികേട് തോന്നിയിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്നും സ്ഥലം കാലിയാക്കും. അങ്ങനെ അവിടെ നിന്നും പുറത്തിറങ്ങിയിട്ട് നമ്മുടെ അഡ്വക്കേറ്റ് ആളുടെ കാറിനടുത്തേക്ക് വരുമ്പോഴേക്ക് കാറിന്റെ ഉള്ളിലായിട്ട് ഇയാൾക്ക് വേണ്ടിയിട്ട് ആരോ ഒരാൾ ഒരു ലെറ്റർ വെച്ചിട്ടുണ്ട്. ലെറ്ററിന് പുറത്തായിട്ട് മാനസ് വർമ്മ എന്ന് എഴുതിയിട്ടുണ്ട്. ഇയാൾ ചുറ്റും നോക്കും ആരെയും അടുത്തെങ്ങാനും ഉണ്ടോന്ന്, പക്ഷെ ആരെയും തന്നെ കാണുന്നില്ല. എന്നിട്ട് ഇയാൾ ഈ ലെറ്റർ പൊട്ടിച്ച് വായിച്ച് നോക്കുമ്പോഴേക്കും അതിൽ എഴുതിയേക്കുന്നത് എന്താന്ന് വെച്ചാൽ സിന്ധുര സിംഗിനെ ഇനി ബുദ്ധിമുട്ടിക്കരുത്, ഇതൊരു ഉപദേശമല്ല മുന്നറിയിപ്പാണെന്നാണ്. അയാൾ ചുറ്റും നോക്കുന്നുണ്ട് ആരെയും അടുത്തെങ്ങാനും ഉണ്ടോന്ന്, പക്ഷെ ആരും ഇല്ലായിരുന്നു. എന്നാൽ അതേസമയം തന്നെ നമുക്ക് ഈ അഡ്വക്കേറ്റിന് ആരോ ഒരാൾ മറിഞ്ഞിരുന്നിട്ട് വാച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ ഈ ലെറ്റർ കിട്ടിയത് കാരണം അഡ്വക്കേറ്റ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇത് അറിയിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഇൻസ്പെക്ടർ പറയുന്നത് ഈ ലെറ്റർ വെച്ചവൻ എന്തായാലും സിന്ധുര സിംഗിന്റെ ആള് തന്നെയായിരിക്കും, നിങ്ങൾ അവളെ കാണാൻ പോകുന്നതൊന്നും അവൻ അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ലെറ്റർ വെച്ചതെന്നാണ്. അപ്പോൾ ഈ അഡ്വക്കേറ്റ് ഒരു കാര്യം പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ സിന്ധുര സിംഗിന്റെ തലയിൽ ഒരു മുറിവുണ്ടായിരുന്നില്ലേ, അത് കണ്ടിട്ട് അവള് കേസിൽ പറയുന്നത് പോലെ വലിയ ആക്രമണമൊന്നും നടന്നതായിട്ട് തോന്നുന്നില്ല എന്ന്. ഇത് കേട്ടിട്ട് ഇൻസ്പെക്ടറും പറയുന്നുണ്ട് എനിക്കും അവളെ കണ്ടിട്ട് എന്തൊക്കെയോ പന്തികേടുള്ളത് പോലെ തോന്നുന്നുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ മൊഴിയെടുക്കാൻ പോയ സമയത്ത് എന്തോ ഒരു വശപിശക് എനിക്കും ഫീൽ ചെയ്തെന്ന്. അപ്പോൾ അഡ്വക്കേറ്റ് ചോദിക്കുന്നുണ്ട് ഈ സിന്ധുര സിംഗിന്റെ മൊഴിയിൽ ഒരു കേബിളുകാരനെ കുറിച്ച് പറഞ്ഞല്ലോ, അയാളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോന്നു. അപ്പോൾ പോലീസ് ഓഫീസർ പറയുന്നത് ഇല്ല, അയാളെക്കുറിച്ച് വിവരമൊന്നും കിട്ടിയിട്ടില്ല, അയാൾ ഒളിവിലാണെന്ന് തോന്നുന്നു, എന്നാൽ അയാളുടെ ഫോട്ടോ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ നമ്മുടെ അഡ്വക്കേറ്റിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അഡ്വക്കേറ്റ് പറയുന്നുണ്ട് പക്ഷേ ഈ കേബിളുകാരനെ കുറിച്ചിട്ട് രഘുറാം സിംഗ് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. ഇത് കേട്ടിട്ട് പോലീസ് ഓഫീസർ അഡ്വക്കേറ്റിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആ രഘുറാം സിംഗിന്റെ ഡയറി വായിച്ചിട്ടുണ്ടോന്ന്. അപ്പോൾ അഡ്വക്കേറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ പോലീസ് ഓഫീസർ വീണ്ടും പറയുന്നുണ്ട് നിങ്ങളത് വായിച്ചു നോക്ക്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകുമെന്ന്. അങ്ങനെ ആ സീൻ അവിടെ വെച്ച് കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സിന്ധുര സിംഗിനെയാണ്. പുള്ളിക്കാരി രാവിലെ ഉറക്കമൊക്കെ എഴുന്നേറ്റിട്ട് കുളിച്ച് റെഡിയായിട്ട് എങ്ങോട്ടേക്ക് പോവാൻ നിൽക്കുമായിരുന്നു. പക്ഷെ അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, ആളുടെ തലയിൽ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്ന ആ മുറിവില്ലായിരുന്നു. എന്നിട്ട് അവൾ വീടിന് പുറത്തിറങ്ങിയിട്ട് ഡോറ് ലോക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ സീനിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു സീസേഴ്സ് ഒക്കെ പിടിച്ചു വെക്കുന്ന തോട്ടക്കാരൻ, അയാളുടെ ജനലിലൂടെ ഇവളെ തന്നെ നോക്കി നിൽപ്പുണ്ട്. അവളങ്ങനെ ഗേറ്റിന് പുറത്തിറങ്ങിയിട്ട് റോഡിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ഉണ്ടല്ലോ ആളും ഇവളെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ സെക്യൂരിറ്റി കുറച്ചു ദൂരം ഇവളുടെ പുറകെ പോയെങ്കിലും പെട്ടെന്നാണ് നമ്മുടെ അഡ്വക്കേറ്റ് അവിടെ അടുത്ത് ഒരു കാറിലിരിക്കുന്നത് കാണുന്നത്. അപ്പൊ ഈ സെക്യൂരിറ്റി പെട്ടെന്ന് തന്നെ അഡ്വക്കേറ്റ് കാണാതെ അവിടെ നിന്നും തിരിച്ചു പോകുന്നുണ്ട്. എന്നിട്ട് ഈ സിന്ധുര സിംഗ് ഉണ്ടല്ലോ അവൾ നടന്ന് ഒരു പണി നടക്കുന്ന ബിൽഡിങ്ങിലേക്കാണ് പോകുന്നത്. നമ്മുടെ അഡ്വക്കേറ്റും അവളെ തന്നെ ഫോളോ ചെയ്തിട്ട് പുറകെ പോകുന്നുണ്ട്. അങ്ങനെ ഇവൾ ഈ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. അപ്പോൾ ഈ അഡ്വക്കേറ്റ് ഇവളുടെ പുറകെ തന്നെ വരുന്നത് ഇവള് കണ്ടിട്ട് ഇവള് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് എന്നെ ഫോളോ ചെയ്യുന്നത് നിർത്തണം എന്ന്. അപ്പോൾ അഡ്വക്കേറ്റ് എനിക്കൊരു 5 മിനിറ്റ് മതി, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനാണെന്ന് പറയുമ്പോൾ ഇവള് സമ്മതിക്കുന്നില്ല. നിങ്ങളിത് ആരെ കാണാനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ഇവളോട് ചോദിക്കുമ്പോഴും അവള് പറയുന്നത് അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല എന്നാണ്. അപ്പോഴാണ് നമ്മുടെ അഡ്വക്കേറ്റ് അവളുടെ തലയിലുണ്ടായിരുന്ന ആ മുറിവ് ശ്രദ്ധിക്കുന്നത്. അവളോട് അപ്പം തന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ തലയിൽ ഇന്നലെ ഒരു മുറിവുണ്ടായിരുന്നല്ലോ അതെവിടെ പോയെന്ന്. അപ്പോൾ അവൾ നിന്ന് പരിങ്ങിക്കൊണ്ട് പറയുന്നുണ്ട് അത് ഞാൻ മറന്നുപോയതാണെന്ന്. അത് കേട്ട അഡ്വക്കേറ്റിന് ഇവളെ എന്തോ ഒരു വശപശകുള്ള സ്ത്രീയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ എന്ത് മറന്നുപോയെന്നാണ് ഈ പറയുന്നതെന്ന് അഡ്വക്കേറ്റ് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് ഇതിനെല്ലാമുള്ള തിരക്കഥ എഴുതുന്നത് വേറൊരാളാണ്, നമ്മളെല്ലാം അതിനനുസരിച്ച് കളിക്കുന്ന പാവകൾ മാത്രമാണെന്ന്. ഇത് കേട്ടിട്ട് അഡ്വക്കേറ്റിന് ഇവളിത് എന്ത് തേങ്ങയായി പറയുന്നതെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ തന്നെ അവളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിച്ചെന്ന്. അപ്പോൾ അവള് പറയുന്നത് നിങ്ങൾ ഈ അഡ്വക്കേറ്റായിട്ട് കാര്യങ്ങൾ കാണുന്നത് നിർത്തിയാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകും, എന്റെ ഭർത്താവിന്റെ കയ്യിൽ എല്ലാറ്റിനുമുള്ള ഉത്തരങ്ങളുണ്ടെന്നാണ്. ഇത് കേട്ടിട്ട് അഡ്വക്കേറ്റ് വീണ്ടും നിങ്ങൾ എന്താ ഉദ്ദേശിച്ചെന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നത് നിങ്ങൾ പോയിട്ട് എന്റെ ഭർത്താവിനോട് ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പെട്ടെന്ന് തന്നെ മറിയുന്നുണ്ട്. നമ്മുടെ അഡ്വക്കേറ്റിനാണെങ്കിൽ ആകെ കിളി പോയിട്ടിരിക്കുമായിരുന്നു. ഇനി അവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലായിട്ട് ആൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് തിരിഞ്ഞു നടക്കുന്നുണ്ട്. അപ്പോഴായിരുന്നു അഡ്വക്കേറ്റിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. അയാൾ കോൾ എടുത്തപ്പോൾ വിളിച്ച ആൾ പറയുന്നത് അവള് നിങ്ങളെ എത്ര തന്നെ അവഗണിച്ചാലും നിങ്ങൾ അവളിലേക്ക് തന്നെ ആകർഷിക്കപ്പെടും, അതാണ് അവളുടെ രീതി എന്നായിരുന്നു. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ആ ഫോൺ കോൾ അവിടെ കട്ടായി. പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ അഡ്വക്കേറ്റിന് ഇത് എന്താ സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. എന്നിട്ട് അയാൾ നേരെ പരാതിക്കാരനായിരുന്ന രഘുറാം സിംഗിനെ കാണാൻ പോയി. അവിടെയെത്തിയ അഡ്വക്കേറ്റ് രഘുറാം സിംഗിനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളായിരുന്നില്ലേ എൻ്റെ കാറിലെ ലെറ്റർ വെച്ചതും നേരത്തെ എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് എന്നെ പേടിപ്പിക്കാൻ ശ്രമിച്ചതുമെന്ന്. അപ്പോൾ രഘുറാം സിംഗ് പറയുന്നുണ്ട് ഈ ലോക്കപ്പിൽ ഇരിക്കുന്ന എനിക്ക് എവിടെ നിന്ന് ഫോൺ കിട്ടുമെന്നാ നിങ്ങളീ പറയുന്നതെന്ന്. അത് കേട്ട അഡ്വക്കേറ്റ് പറയുന്നുണ്ട് ഫോണിലൂടെ ഞാൻ നിങ്ങളുടെ ശബ്ദം കേട്ടതാണ്, നിങ്ങൾ തന്നെയാണ് ഇതിന് പുറകിലെന്ന്. അപ്പോൾ രഘുറാം സിംഗ് ചിരിച്ചുകൊണ്ട് പറയുന്നത് നിങ്ങളും എൻ്റെ ഭാര്യയെ പോലെ കഥകൾ മെനയാൻ തുടങ്ങിയല്ലോ, നിങ്ങൾക്ക് ഇപ്പോഴും അവളെ മനസ്സിലായിട്ടില്ല, അവള് നിങ്ങളെ എനിക്കെതിരായിട്ട് തിരിക്കുകയാണെന്നാണ്.
ഞാൻ ജാമ്യത്തിൽ ഇറങ്ങിയാൽ അവൾക്ക് അവളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ എനിക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെയും എന്നെയും തമ്മിൽ തെറ്റിക്കുകയാണെന്നാണ്. മാത്രമല്ല തന്റെ ഭാര്യയ്ക്കൊരു വിചിത്രമായ സ്വഭാവമുണ്ടെന്നും രഘുറാം സിംഗ് പറയുന്നുണ്ട്. അപ്പോൾ അഡ്വക്കേറ്റ് അതെന്താ എന്ന് ചോദിക്കുമ്പോൾ രഘുറാം സിംഗ് പറയുന്നത്, നിങ്ങൾ എൻ്റെ ഡയറി വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാകും. എൻ്റെ ഭാര്യ അബ്നോർമൽ ആണെന്ന് ഞാൻ അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് അയാൾ പറയുന്നുണ്ട്. കൂടാതെ അവളെല്ലാം പ്ലാൻ ചെയ്ത് നമ്മളെ എല്ലാവരെയും തന്നെ കളിപ്പിക്കുകയാണെന്നും ഇതെല്ലാം തന്നെ അവൾ പ്ലാൻ ചെയ്ത് മനഃപൂർവ്വം ഉണ്ടാക്കുന്ന കഥകളാണെന്നും രഘുറാം സിംഗ് പറയുന്നുണ്ട്. അപ്പോൾ അഡ്വക്കേറ്റ് ഒന്ന് വ്യക്തമായിട്ട് എന്ന് പറയുമ്പോൾ രഘുറാം സിംഗ് പറയുന്നത്, നിങ്ങൾ ആ വീട്ടിനുള്ളിലൊന്ന് കയറി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് സംഭവിക്കുന്നതെന്ന്. ശരിക്കും എൻ്റെ ഭാര്യ ഒരു ഭ്രാന്തിയാണ്. അവളൊരു നിംഫോമാനിയാക്കാണ്. ഈ ലൈംഗിക പ്രവണതയൊക്കെ അധികമുള്ള ആൾക്കാരുണ്ടാവില്ല, അവരെയാണ് നിംഫോമാനിയാക്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ രഘുറാം സിംഗിന്റെ ഭാര്യ സിന്ദൂര സിംഗും അങ്ങനെ ഒരാളാണെന്നാണ് അയാൾ പറഞ്ഞു വരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള സീനിൽ ഈ സിന്ദൂര സിംഗിന്റെ വീടിന്റെ സെക്യൂരിറ്റി ഉണ്ടല്ലോ, അയാള് അവരുടെ വീട്ടിനുള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. ഇതെല്ലാം തന്നെ അവിടുത്തെ തോട്ടക്കാരൻ ആ ഔട്ട് ഹൗസിന്റെ ജനലിലൂടെ കാണുന്നുമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രഘുറാം സിംഗ് പറഞ്ഞതുപോലെ തന്നെ ഈ സിന്ദൂര സിംഗ് രഘുറാം സിംഗിനെ പറ്റിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഈ തോട്ടക്കാരനും സെക്യൂരിറ്റിയും കൂടിയിട്ട് അവിടെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് വഴക്കിടുന്നതായിട്ട് കാണാം. ഇതെല്ലാം തന്നെ സിന്ദൂര സിംഗ് അവരുടെ കിച്ചണിന്റെ ജനാലയിലൂടെ കാണുന്നുമുണ്ട്. സിന്ദൂര സിംഗ് തങ്ങളെ കണ്ടതായിട്ട് തോട്ടക്കാരനും മനസ്സിലാകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവള് വീടിന് പുറത്തേക്ക് എവിടെയോ പോവുകയായിരുന്നു. അത് കണ്ട തോട്ടക്കാരൻ ആ വീടിന്റെ സ്പെയർ കീ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ആ വീട് തുറന്നിട്ട് അതിനുള്ളിൽ എന്താ നടക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അയാൾ ആ വീടിന്റെ മുകളിൽ കയറി നോക്കുമ്പോഴേക്ക് അവിടെ കർട്ടന് പുറകിലായിട്ട് ആരോ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് കണ്ടിട്ട് ആള് ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് അവിടെ നിന്നും പെട്ടെന്ന് ഓടിപ്പോവാൻ നോക്കുമ്പോഴേക്കും സിന്ദൂര സിംഗ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവൾ അയാളോട് പറയുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും ഈ വീടിനുള്ളിൽ പ്രവേശിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ അയാൾ പറയുന്നത്, ഇതെല്ലാം ഭ്രാന്താണ്, ഞാൻ ഇതെല്ലാം തന്നെ പോലീസിനോട് പറഞ്ഞു കൊടുക്കുമെന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ശരിയെന്നാ അങ്ങനെ ആവട്ടെ, നിങ്ങൾ പെട്ടെന്ന് തന്നെ എല്ലാം തന്നെ പോലീസിനെ അറിയിക്കുക. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഒരിക്കലും തെളിയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വായ പൂട്ടിയിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന്. അത് കഴിഞ്ഞിട്ടുള്ള സീനിൽ നമ്മുടെ അഡ്വക്കേറ്റ് ഈ സിന്ദൂര സിംഗിനെ കാണാൻ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാർ പുറത്തേക്ക് വന്നപ്പോൾ തന്നെ നമ്മുടെ അഡ്വക്കേറ്റ് ശ്രദ്ധിക്കുന്നത് ഇവളുടെ തലയിലുണ്ടായിരുന്ന ആ കെട്ടായിരുന്നു. കാരണം ഇന്നലെ അതില്ലായിരുന്നു, ഇന്നാണെങ്കിൽ ആ കെട്ടുണ്ട്. എന്നിട്ട് അയാൾ പെട്ടെന്ന് തന്നെ അവളോട് ആ കാര്യം ചോദിക്കുന്നുണ്ട്, ഇന്നലെ ഞാൻ കണ്ടപ്പോൾ നിങ്ങളുടെ തലയിൽ വേറെ മുറിവൊന്നും ഇല്ലായിരുന്നു, ഇപ്പം എങ്ങനെയാണ് പെട്ടെന്ന് മുറിവ് വന്നതെന്ന്. അപ്പോൾ അവൾ പറയുന്നത്, നിങ്ങൾക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടായിരിക്കും, ഇന്നലെയും എൻ്റെ തലയിൽ മുറിവുണ്ടായിരുന്നു എന്നായിരുന്നു. പക്ഷെ അത് കേട്ടിട്ട് അഡ്വക്കേറ്റ് അവളോട് വാശി പിടിച്ച് പറയുന്നുണ്ട്, ഇല്ല, നിങ്ങളുടെ തലയിൽ ഇന്നലെ ഒരു മുറിവും ഇല്ലായിരുന്നു, പെട്ടെന്ന് ഈ മുറിവ് എങ്ങനെ വന്നു എന്ന്. അപ്പോൾ അവളുടെ തലയിലുണ്ടായിരുന്ന ആ കെട്ട് ഊരിയിട്ട് അവൾ അയാൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്, കണ്ടോ ഇവിടെ മുറിവുണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു മുറിവുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അഡ്വക്കേറ്റ് അവളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വക്കീലിനെ നിയമിക്കാത്തതെന്ന്. അപ്പോൾ അവൾ പറയുന്നത്, സത്യം എന്തായാലും പുറത്തു വരും, അതുകൊണ്ട് തന്നെ എനിക്ക് വക്കീലിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്ന്. അപ്പോൾ അഡ്വക്കേറ്റ് അവളോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഉദ്ദേശിച്ചതെന്ന്. അപ്പോൾ അവൾ പറയുന്നത്, നിങ്ങളെ അഡ്വക്കേറ്റായിട്ട് കാര്യങ്ങൾ കാണുന്നത് ഒന്ന് നിർത്ത്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകുമെന്നായിരുന്നു. കൂടാതെ അവൾ പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവ് ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അയാൾ എന്തായാലും എന്നെ വന്ന് കൊല്ലും, അങ്ങനെയാണെങ്കിൽ അതിന് ഉത്തരവാദി നിങ്ങളായിരിക്കുമെന്ന്. ഇത് കേട്ടിട്ട് അഡ്വക്കേറ്റ് വീണ്ടും അവളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് സത്യം എന്നോട് പറയത്തേന്ന്. അപ്പോൾ അവൾ അയാളോട് പറയുന്നത്, നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ ഒറ്റയ്ക്ക് എപ്പോഴേലും എന്നെ വന്നൊന്ന് കാണൂ, അപ്പം ഞാൻ എല്ലാം പറഞ്ഞു തരാമെന്ന്. ഇത് കേട്ടിട്ട് അഡ്വക്കേറ്റിന് മനസ്സിലാവുന്നുണ്ട് ഇവളെന്തോ ഒരു വശവശകളുള്ള സ്ത്രീയാണെന്ന്. അവൾ അപ്പം തന്നെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് കഥ കടച്ചു. പക്ഷെ അഡ്വക്കേറ്റ് ആ തോട്ടക്കാരനോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് ഔട്ട് ഹൗസിലേക്ക് പോകുമ്പോൾ ഇവളുടെ വീട്ടിൽ നിന്നും വിളിച്ചു പറയുന്നുണ്ട് ഈ കാര്യത്തിലേക്ക് അയാളെ വെറുതെ വലിച്ചിഴക്കണ്ടെന്ന്. അത് കഴിഞ്ഞിട്ടുള്ള സീനിൽ കാണിക്കുന്നത് നമ്മുടെ അഡ്വക്കേറ്റ് മാനസ് വർമ്മയുണ്ടല്ലോ, രഘുറാം സിംഗിന്റെ ഡയറി വായിക്കുന്നതായിട്ടാണ്. അതിൽ അയാൾ എഴുതിയേക്കുന്നത്, സിന്ദൂരയെ പോലെ ഒരു ഭാര്യയെ കിട്ടിയത് എൻ്റെ ഭാഗ്യമായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞപ്പോഴാണ് അവൾ എന്നോട് പറയുന്നത് കല്യാണത്തിന് മുമ്പ് അവൾക്ക് പല പുരുഷന്മാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നെന്ന്. കൂടാതെ രാത്രികാലങ്ങളിൽ ഞാൻ കാണാതെ അവൾ ആരോടോ ഫോണിൽ സംസാരിക്കാറുണ്ട്. ഒരു ദിവസം ഞാൻ വീട്ടിൽ നിന്നും സിഗരറ്റ് കുട്ടികൾ കണ്ടെത്തി. എനിക്കപ്പോൾ മനസ്സിലായി സിന്ദൂര എന്നെ പറ്റിക്കുകയാണെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ അവളെ കൊല്ലാൻ തീരുമാനിച്ചു. അത്രയുമായിരുന്നു ആ ഡയറിയിൽ ഉണ്ടായിരുന്നത്. എന്നിട്ട് അഡ്വക്കേറ്റ് രഘുറാം സിംഗിനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് അയാളോട് പറയുന്നത് എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഈ കേസിൽ നിന്നും ഒഴിയുമെന്നാണ്. അത് കേട്ടിട്ട് രഘുറാം സിംഗ് അഡ്വക്കേറ്റിനോട് ചോദിക്കുന്നത്, നീയും എന്താ അവളുടെ വലയിൽ തന്നെ വീണോ, നിന്നെയും അവൾ വളച്ചോ എന്നായിരുന്നു. അപ്പോൾ അഡ്വക്കേറ്റ് പറയുന്നത്, നിങ്ങളിങ്ങനെ രണ്ടുപേരും ഒന്നും പറയാതെ നിന്നാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അന്ന് രാത്രി എന്താ സംഭവിച്ചതെന്ന് ഇനിയെങ്കിലും നിങ്ങൾ എന്നോട് പറയണം. അങ്ങനെ രഘുറാം സിംഗ് അന്ന് എന്താ സംഭവിച്ചതെന്ന് പറയാൻ തുടങ്ങി. ആ ദിവസം രഘുറാം സിംഗിന് വളരെ മോശപ്പെട്ട ഒരു ദിവസമായിരുന്നു. അയാളുടെ സൈറ്റിലെ ഒരു തൊഴിലാളി ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും വീണിട്ട് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. അത് കാരണം വർക്കൊക്കെ നിർത്തിവെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്.
എന്നാൽ അന്ന് സിന്ദൂരയുടെ പിറന്നാളായിരുന്നു. അയാൾക്ക് അവളോട് വെറുപ്പുണ്ടെങ്കിൽ കൂടി അവൾക്കൊരു പൂച്ചെണ്ട് സമ്മാനിക്കാൻ വേണ്ടിയിട്ട് അതും വാങ്ങിയിട്ട് അയാൾ നേരെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ വീട്ടിലെത്തി അയാൾ കാണുന്നത് വീടിന്റെ ഡോറിന്റെ അവിടെയായിട്ട് കുറെ പൂക്കളൊക്കെ ഇങ്ങനെ വെതറി കിടക്കുമായിരുന്നു. കുറെ പ്രാവശ്യം കോളിംഗ് ബെൽ അടിച്ചിട്ടുണ്ടെങ്കിലും സിന്ദൂര വന്നിട്ട് വാതിൽ തുറക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അയാൾ സ്പെയർ കീ യൂസ് ചെയ്തിട്ട് വീടിനുള്ളിലേക്ക് കടക്കുമ്പോൾ ആ വീടിനുള്ളിൽ സിന്ദൂരെ കൂടാതെ വീടിന് മുകളിലായിട്ട് വേറെ ആരോ ഉണ്ടെന്ന് അയാൾക്ക് തോന്നി. കാരണം അയാൾ എന്തൊക്കെയൊക്കെ ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. മുകളിൽ ആരാ എന്ന് നോക്കാൻ തുനിഞ്ഞ അയാളെ സിന്ദൂര തടയുന്നുണ്ട്. അപ്പോൾ ഇയാൾ സിന്ദൂരെ പതുക്കെ ഒന്ന് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവളെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവളുടെ തല ഇവള് തന്നെ കൊണ്ടുപോയി ചുമരിൽ ഇടിച്ചിട്ട് ഇയാൾ ഇവളെ കൊല്ലാൻ ശ്രമിച്ചതായിട്ട് കഥയുണ്ടാക്കി. അങ്ങനെ രഘുറാം സിംഗ് മുകളിൽ പോയി നോക്കുമ്പോഴേക്കും അവിടെ ആരോ ഉണ്ടായിരുന്നു. അയാൾ ഒരു കത്തി ഉപയോഗിച്ചിട്ട് രഘുറാം സിംഗിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷെ അപ്പൊ തന്നെ രഘുറാം സിംഗ് അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. അത്രയും പറഞ്ഞിട്ട് രഘുറാം സിംഗ് വീണ്ടും അഡ്വക്കേറ്റിനോട് പറയുന്നുണ്ട്, അവൾ ആള് ശരിയല്ല, അവളുടെ അടുത്ത ലക്ഷ്യം നിങ്ങളാണെന്ന്. അത് കേട്ടിട്ട് അഡ്വക്കേറ്റ് ചെറുതായിട്ടൊന്ന് പതറുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള സീനിൽ കാണിക്കുന്നത് സിന്ദൂര സിംഗിനെയാണ്. ഇവളീ സ്കൂൾ പിള്ളേരുടെ യൂണിഫോം കേട്ടിട്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പോഴുണ്ട് അവളുടെ വീട്ടിലേക്ക് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഒരു പോലീസ് ഓഫീസർ, അയാൾ ഇവളുടെ വീട്ടിലേക്ക് വരുന്നു. ഇനി ഇയാളും ഇവളും തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അതിനുശേഷമുള്ള സീനിൽ നമ്മുടെ അഡ്വക്കേറ്റ് ഒരു പുഴക്കരയുടെ സൈഡിലായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോഴുണ്ട് നമ്മുടെ സിന്ദൂര അലറിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നു. അവൾ വന്നിട്ട് പറയുന്നത്, നിങ്ങൾ കാരണം എൻ്റെ ഭർത്താവിന് ജാമ്യം കിട്ടി, അയാൾ ഉറപ്പായിട്ട് എന്നെ വന്നിട്ട് കൊല്ലും, അങ്ങനെ സംഭവിച്ചാൽ നിങ്ങളായിരിക്കും അതിന് കാരണമെന്നാണ്. സംഭവം നമ്മുടെ രഘുറാം സിംഗിന് ജാമ്യം കിട്ടി. എന്നിട്ട് അവള് അന്ന് രാത്രി എന്താ ഉണ്ടായതെന്ന് അഡ്വക്കേറ്റിനോട് പറയുന്നുണ്ട്. അന്ന് അവൾക്ക് ഭയങ്കര തലവേദനയായിട്ട് കിടക്കുമായിരുന്നു. അപ്പോഴായിരുന്നു ഈ കേബിളിന്റെ ക്യാഷൊക്കെ കളക്ട് ചെയ്യുന്ന ആ ഒരു പയ്യൻ അവരുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇവൻ വന്നപ്പോൾ തന്നെ ഇവളുടെ പിറന്നാളായതുകൊണ്ട് ഇവൾക്ക് കുറച്ച് പൂച്ചെണ്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവൾ അയാളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ അറിയാം എൻ്റെ ബർത്ത്ഡേ ആണെന്നുള്ളത്. അപ്പോൾ അയാൾ പറയുന്നത്, ഞങ്ങളുടെ കയ്യിൽ എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും വിവരങ്ങൾ ഉണ്ടെന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവൾ ക്യാഷ് കൊടുത്തിട്ട് ഇയാൾ പോവാൻ നിൽക്കുന്ന ടൈമിലായിരുന്നു ഇവൾക്ക് പെട്ടെന്ന് എന്തോ തല കറങ്ങുന്നത് പോലെ തോന്നുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് ആ കേബിളുകാരൻ പയ്യൻ അവളെ ഒന്ന് ജസ്റ്റ് പിടിച്ചിട്ട് ആ വീടിനുള്ളിലേക്ക് തന്നെ ആക്കിയിട്ട് കഥ കിടക്കുന്നു. പക്ഷെ അതിനുശേഷമായിരുന്നു ഇയാൾ ഇവളോട് മിസ്ബിഹേവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവൾ ഇയാളോട് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോയി എൻ്റെ ഹസ്ബൻഡ് വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവനാണെങ്കിൽ ഇവളെ കയറി പിടിക്കാനായിരുന്നു ശ്രമിച്ചത്. അപ്പോൾ ഇയാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവള് വേഗം വീടിന്റെ മുകളിലേക്ക് കയറി ആ സ്റ്റോറേജ് റൂമിലേക്ക് കയറുന്നുണ്ട്. പക്ഷെ ഇവനാണെങ്കിൽ ഇവളുടെ പുറകെ തന്നെ ഓടി വരികയും ചെയ്തു. അങ്ങനെ അവനും ആ സ്റ്റോറേജ് റൂമിന്റെ ഉള്ളിലേക്ക് കയറി. പക്ഷെ അവള് വേഗം അവനെ തട്ടി മാറ്റിയിട്ട് പെട്ടെന്ന് തന്നെ ആ റൂമിന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വീടിന്റെ താഴത്തെ നിലയിലേക്ക് ഓടി. അപ്പോഴായിരുന്നു സിന്ദൂര സിംഗിന്റെ ഹസ്ബൻഡ് രഘുറാം സിംഗ് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ ഇത് കണ്ട രഘുറാം സിംഗ് സിന്ദൂരയെ സംശയിക്കുന്നുണ്ട്. അവള് താനില്ലാത്ത സമയത്ത് വേറെ ആരെയോ വീട്ടിൽ കയറ്റി എന്ന് പറഞ്ഞിട്ട് മുകളിലുണ്ടായിരുന്ന ആ കേബിളുകാരൻ പയ്യനെ ആക്രമിക്കാനായിട്ട് ഒരു കത്തിയുമായിട്ട് മുകളിലേക്ക് കയറി. ആ സമയത്ത് ഹസ്ബൻഡിനെ പിടിച്ചു മാറ്റാൻ നോക്കിയപ്പോഴായിരുന്നു അവൻ സിന്ദൂരയെ പിടിച്ച് തള്ളുന്നതും ഇവളുടെ തല പോയിട്ട് ഒരു ചുമരിൽ ഇടിച്ചിട്ട് മുറിയുന്നതും. അപ്പോൾ ഇതൊക്കെ കണ്ടു പേടിച്ച ആ കേബിളുകാരൻ പയ്യൻ പെട്ടെന്ന് തന്നെ വീടിന് പുറത്തേക്ക് ഓടി. ഇത്രയും പറഞ്ഞിട്ട് സിന്ദൂര നമ്മുടെ അഡ്വക്കേറ്റിനോട് പറയുന്നുണ്ട്, ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എന്നെ രക്ഷിക്കാൻ ആരുമില്ലാന്ന്. അപ്പോൾ അഡ്വക്കേറ്റ് പറയുന്നത് നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്നായിരുന്നു. എന്നാൽ സിന്ദൂര അഡ്വക്കേറ്റിനോട് തിരിച്ച് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ രക്ഷിക്കാൻ വരുമോന്ന്. പക്ഷെ അവളുടെ ആ ചോദ്യത്തിലും നോട്ടത്തിലൊക്കെ നമുക്ക് എന്തോ ഒരു പ്രശ്നം ഉള്ളതായിട്ട് തോന്നും. അത് കഴിഞ്ഞിട്ടുള്ള സീനിൽ നമ്മുടെ സിന്ദൂര അവളുടെ വീട്ടിലിരുന്നിട്ട് എന്തൊക്കെയോ കുറച്ച് പേപ്പേഴ്സൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ അവൾ എന്താ വായിക്കുന്നതെന്ന് നമുക്ക് കാണിച്ചു തരുന്നില്ല. എന്നിട്ട് അവൾ പുറത്തേക്ക് നോക്കുമ്പോൾ ആ ഔട്ട് ഹൗസിനടുത്ത് എന്തോ കാണുന്നുണ്ട്. എന്നിട്ട് നേരെ അവൾ ആ ഔട്ട് ഹൗസിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവൾ ആ ഔട്ട് ഹൗസിനുള്ളിൽ കയറിയിട്ട് കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് തോന്നും ഇനി ഇവളും ആ തോട്ടക്കാരനും തമ്മിൽ വല്ല റിലേഷനും ഉണ്ടോന്ന്. ഔട്ട് ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ട് അവൾ നേരെ അവളുടെ വീടിൻ്റെ മെയിൻ ഡോറിനടുത്തേക്ക് എത്തുമ്പോഴാണ് കാണുന്നത് ആ ഡോർ ആരോ തുറന്നിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് മനസ്സിലായി ആരോ ഒരാൾ ഉള്ളിൽ കയറിയിട്ടുണ്ടെന്ന്. അവൾ ഡോറിനടുത്തേക്ക് പോകുമ്പോഴേക്ക് ഏതോ ഒരു കൈ വന്നിട്ട് അവളുടെ മുടി പിടിച്ചിട്ട് ഉള്ളിലേക്ക് വലിച്ചിടുന്നുണ്ട്. അതിനുശേഷം ഇവളെ അതിനുള്ളിൽ വെച്ചിട്ട് ആരോ അടിക്കുന്നതായിട്ട് നമുക്ക് ജനലിലൂടെ കാണാൻ സാധിക്കും. എന്നാൽ ഇത് ആരാണെന്ന് നമ്മളെ വ്യക്തമായിട്ട് കാണിക്കുന്നില്ല. പക്ഷെ അടികൊള്ളുന്നതിൻ്റെ ഇടയിൽ അവൾ പറയുന്നുണ്ട്, ജാവേദ് നിങ്ങളൊരു മാനസിക രോഗിയാണ്, നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കാണൂ, നിങ്ങളൊരു പ്രാന്തനാണെന്ന്. പക്ഷേ ഈ ജാവേദ് ആരാണെന്നോ ഇവളിത് ആരോടാണ് ഈ സംസാരിക്കുന്നതെന്നോ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെ പിറ്റേ ദിവസമായി ആ വീട്ടിലെ സെക്യൂരിറ്റി ഉണ്ടല്ലോ, പുള്ളിക്കാരൻ ഈ വീട്ടിൽ എന്താ നടക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ആകാംക്ഷയുണ്ട്. അങ്ങനെ ഇയാൾ ആ വീടിൻ്റെ ജനലിലൂടെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പം ഇയാൾ കാണുന്നത് എന്താ വെച്ചാൽ നമ്മുടെ സിന്ദൂരി ഉണ്ടല്ലോ, ഇന്നലെ കുറെ അടി കൊണ്ടില്ലേ, ആ പാടുകളൊക്കെ ഇവള് കണ്ണാടിയിൽ നോക്കുന്നതായിട്ടാണ്. എന്നിട്ട് ഇവള് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് എഴുന്നേറ്റിട്ട് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പം ഇയാൾക്കാണെങ്കിൽ ഒന്നും കാണാൻ സാധിക്കാത്തത് കാരണം അയാൾ നേരെ വേറൊരു ജനാലയുടെ അടുത്തേക്ക് പോയി. അങ്ങനെ ആ ജനാല തുറന്നിട്ട് ഇയാൾ വീടിനുള്ളിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഒരു പെണ്ണ് ഒരു ചെയറിൽ ഇരിക്കുന്നുണ്ട്. നോക്കുമ്പോൾ അവൾ ആ സിന്ദൂരി ഇട്ടേക്കുന്ന അതേ ആ ഒരു കളർ നൈറ്റി തന്നെയാണ് ഇട്ടേക്കുന്നത്. പക്ഷെ അവളുടെ മുഖം നമുക്ക് കാണിച്ചു തരുന്നില്ല.
ഇയാൾ വിചാരിക്കുന്നത് ഇത് സിന്ദൂര തന്നെയായിരിക്കും എന്നാണ്. പക്ഷെ ആ സമയത്തുണ്ട് സിന്ദൂര കുറച്ച് പേപ്പേഴ്സ് എടുത്തിട്ട് ഇവളുടെ മുന്നിലേക്ക് വരുന്നത്. എന്നിട്ട് ആ പേപ്പേഴ്സ് നോക്കിയിട്ട് ഇവളോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ സെക്യൂരിറ്റിക്ക് ആകെ കൺഫ്യൂഷനായി. ഇത് സിന്ദൂരയാണെങ്കിൽ ആ ചെയറിലിരിക്കുന്നത് ആരാണ്? പക്ഷേ ഇയാൾ ഈ ജനലിലൂടെ നോക്കുന്നത് നമ്മുടെ ശരിക്കുള്ള സിന്ദൂരല്ലേ, അവള് കാണുന്നുണ്ട്. ഇയാളാണെങ്കിൽ പെട്ടെന്ന് തന്നെ പേടിച്ചിട്ട് ആ വീടിന് പുറത്തേക്ക് ഓടിപ്പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള സീനിൽ കാണിക്കുന്നത് ഈ സിന്ദൂര ഉണ്ടല്ലോ, അവള് പുറത്ത് ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പൊ അവളുടെ വീടിന് മുകളിൽ വേറെ ആരോ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ കർട്ടന് ബാക്കിലായതുകൊണ്ട് തന്നെ അത് ആരായെന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ടുള്ള സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഇൻസ്പെക്ടർ ഉണ്ടല്ലോ, അയാൾ ആ കേബിളുകാരൻ പയ്യനെ പൊക്കി. എന്നിട്ട് അവനെ ലോക്കപ്പിലിട്ട് ഇടിച്ചിട്ട് എന്താന്ന് ശരിക്കും ഉണ്ടായതെന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവൻ പറയുന്നത് എനിക്ക് സിന്ദൂര മേഡത്തിനെ പേടിയാണെന്നാണ്. എപ്പോഴും കേബിളിന്റെ ക്യാഷ് കളക്ട് ചെയ്യാൻ പോകുമ്പോൾ അവരെന്നോട് പറയുന്നത് ഹസ്ബൻഡ് ഇല്ലാത്ത സമയത്ത് മാത്രം ഇങ്ങോട്ട് വന്നാൽ മതിയെന്നായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം എല്ലാ കസ്റ്റമേഴ്സിനും കൊടുക്കുന്നത് പോലെ ഒരു പൂച്ചെണ്ടുമായിട്ട് ഞാൻ അവരുടെ വീട്ടിൽ പോയി. ആ പൂച്ചെണ്ട് എല്ലാവർക്കും കൊടുക്കുന്നതാണെന്ന് പറഞ്ഞെങ്കിലും അവരത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ പറഞ്ഞത് ഞാൻ അവർക്കായിട്ട് സ്പെഷ്യലായിട്ട് വാങ്ങിക്കൊണ്ട് പോയതെന്നായിരുന്നു. മാത്രമല്ല അവരെന്നെ വീടിനുള്ളിലേക്ക് വിളിച്ചിട്ട് വാതിലടച്ചു. ഞാൻ അവരുടെ ഹസ്ബൻഡ് വന്നാൽ പ്രശ്നമാകുന്നൊക്കെ അവരോട് പറഞ്ഞെങ്കിലും അവരാണെങ്കിൽ അതൊന്നും കേൾക്കാതെ എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി. പക്ഷെ ആ സമയത്തായിരുന്നു അവരുടെ ഹസ്ബൻഡ് ആ വീട്ടിലേക്ക് വന്നത്. സിന്ദൂര മേഡം ആണെങ്കിൽ ഇത് ഭർത്താവ് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും പ്രശ്നമാകുമെന്ന് അറിയുന്നതുകൊണ്ട് ഒരു കത്തിയും തന്നിട്ട് എന്നെ നേരെ സ്റ്റോറേജ് റൂമിൽ ഒളിപ്പിച്ചു. അപ്പോൾ കത്തി അവരെൻ്റെ കയ്യിൽ തരുമ്പോൾ അവർ പറഞ്ഞത് എൻ്റെ ഹസ്ബൻഡ് നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ നീ എന്തായാലും അയാളെ കുത്തി വീഴ്ത്തണമെന്നായിരുന്നു. അങ്ങനെ ഞാൻ സ്റ്റോറേജ് റൂമിൽ ഇരിക്കുമ്പോൾ അവർ തമ്മിൽ താഴെ വഴക്ക് നടക്കുന്നതൊക്കെ എനിക്ക് മുകളിൽ കേൾക്കാമായിരുന്നു. പക്ഷെ പെട്ടെന്ന് എൻ്റെ കാല് തട്ടിയിട്ട് എന്തോ ഒരു സാധനം നിലത്ത് വീണു. അപ്പോൾ ആ ശബ്ദം കേട്ടിട്ട് സിന്ദൂര മേഡത്തിൻ്റെ ഹസ്ബൻഡ് മുകളിലേക്ക് വന്നു. അയാൾ എന്നെ അടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ അയാളെ ആക്രമിച്ചിട്ട് അവിടെ നിന്നും ഓടി മാറിയത്. ശരിക്കും പറഞ്ഞാൽ ഇതിനെല്ലാം കാരണം ആ സിന്ദൂര മേഡം ആണെന്നും അവരാൾ ശരിയല്ല എന്നും ആ കേബിൾകാരൻ പയ്യൻ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ അഡ്വക്കേറ്റും അതിനടുത്ത് തന്നെ നിൽപ്പുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള സീരിയൽ കാണിക്കുന്നത് ഈ സിന്ദൂര ഉണ്ടല്ലോ, അവളുടെ ഫോണിലേക്ക് ജാവേദ് ഷേഖ് എന്ന് പറയുന്ന പേരിൽ നിന്നും 2 ഫോൺ കോൾ വരുന്നുണ്ട്. പക്ഷെ ഇവളാണെങ്കിൽ ആ കോൾ കണ്ടിട്ടില്ലായിരുന്നു. എന്നിട്ട് ഇവള് ഫോൺ എടുത്ത് നോക്കുമ്പോൾ അവിടെ 2 മിസ്ഡ് കോളും ഉണ്ട്, കൂടാതെ ഒരു മെസ്സേജും ഉണ്ട്. ആ മെസ്സേജിൽ പറഞ്ഞേക്കുന്നത് സമയമായി എന്നായിരുന്നു. അപ്പൊ ഇവൾ ഈ മെസ്സേജ് വായിച്ചിട്ട് അവിടെ ആലോചിച്ചിങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ആ സീൻ അവിടെ വെച്ച് കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സെക്യൂരിറ്റി ഉണ്ടല്ലോ, നേരത്തെ ആ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടിയിട്ടുണ്ടായിരുന്ന അയാളെയാണ്. അയാൾ സൈക്കിളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അഡ്വക്കേറ്റ് അയാളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അഡ്വക്കേറ്റിനെ കണ്ടിട്ട് ഈ സെക്യൂരിറ്റി പറയുന്നത് സാർ എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണം, എനിക്ക് ആ വീട്ടിൽ കഴിയാൻ പേടിയാണെന്ന്. അപ്പോൾ അഡ്വക്കേറ്റ് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് ഇത്തരം കാര്യങ്ങൾ അത്ര കാലമൊന്നും ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല എന്നായിരുന്നു. എന്ത് കാര്യങ്ങളായെന്ന് അഡ്വക്കേറ്റ് ചോദിക്കുന്നുണ്ടെങ്കിലും അയാൾ അതിന് ആൻസർ പറയുന്നതിന് മുൻപേ തന്നെ നമ്മുടെ അഡ്വക്കേറ്റിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. അയാൾ ആ കോൾ അറ്റൻഡ് ചെയ്തപ്പോഴേക്കും നമ്മുടെ സിന്ദൂരിയായിരുന്നു വിളിച്ചത്. അവളാണെങ്കിൽ അലറിക്കൊണ്ട് എന്നെ രക്ഷിക്കൂ, ഇയാൾ എന്നെ കൊല്ലും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് അഡ്വക്കേറ്റ് പെട്ടെന്ന് തന്നെ സെക്യൂരിറ്റിന്റെ അടുത്ത് നിന്നും തന്റെ കാറിൽ കയറിയിട്ട് സിന്ദൂരിയുടെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് നോക്കുമ്പോഴേക്കും ആ വീടിന്റെ മെയിൻ ഡോർ ഓപ്പൺ ആയിരുന്നു. അയാൾ അതിനുള്ളിലേക്ക് കയറിയെങ്കിലും അവിടെ ആരും ഇല്ലായിരുന്നു. പക്ഷെ ആ വീടിനുള്ളിൽ ആകെ ഒരു നിഗൂഢതയായിരുന്നു. അപ്പോൾ സിന്ദൂര അങ്ങോട്ടേക്ക് വന്നു. പക്ഷെ അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ അഡ്വക്കേറ്റ് ഇവളോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെ ആരെ ആക്രമിച്ചേന്ന്. അപ്പോൾ ഇവള് പറയുന്നത് അതിന്റെ ഹസ്ബൻഡ് ആയിരുന്നു, അയാൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ്. അപ്പോഴാണ് നമ്മുടെ അഡ്വക്കേറ്റ് പറയുന്നത് നിങ്ങൾ എന്തിനാണ് എന്നോട് ഇങ്ങനെ കള്ളം പറയുന്നത്, അയാൾ ഇപ്പോഴും ലോക്കപ്പിലാണ്, അയാൾക്ക് ജാമ്യം കിട്ടിയെന്ന് ഞാൻ നിങ്ങളോട് കള്ളം പറഞ്ഞതായിരുന്നു. ഇത് കേട്ട സിന്ദൂര ചെറുതായൊന്ന് പതറിയെങ്കിലും അവൾ വീണ്ടും പറയുന്നുണ്ട് നിങ്ങൾ എന്തായി പറയുന്നത്, അയാൾ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, എന്നെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഫോൺ ചെയ്തതെന്ന്. അത് കേട്ട അഡ്വക്കേറ്റ് അവളോട് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് എന്നോട് ഇങ്ങനെ കള്ളം പറയുന്നത്, നിങ്ങളുടെ ഹസ്ബൻഡ് ഇപ്പോഴും ലോക്കപ്പിലാണെന്ന്. അത് കേട്ട് സിന്ദൂര അയാളോട് പറയുന്നത് അഡ്വക്കേറ്റ് പറഞ്ഞത് ശരിയാണ്, എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്നിട്ടില്ലായിരുന്നു, ഞാൻ നിങ്ങളോട് കള്ളം പറഞ്ഞതായിരുന്നു, നിങ്ങൾ എന്നെ രക്ഷിക്കാൻ വരുമോ എന്നറിയാൻ. അപ്പോൾ അഡ്വക്കേറ്റ് അവളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. അപ്പോൾ അവൾ അവളുടെ കഥ പറയാൻ തുടങ്ങി. എല്ലാ സ്ത്രീകളെയും പോലെ നല്ലൊരു കുടുംബജീവിതം ആഗ്രഹിച്ചിട്ടാണ് അവളും കല്യാണം കഴിച്ചത്. എന്നാൽ കല്യാണം കഴിഞ്ഞ് 1-2 മാസങ്ങൾക്ക് ശേഷം അയാൾ എന്നോട് വിചിത്രമായ രീതിയിൽ പെരുമാറാൻ തുടങ്ങി. ഒരു ദിവസം രാത്രി ഉറങ്ങിക്കിടക്കുകയായിരുന്ന എൻ്റെ റൂമിലേക്ക് അയാൾ ഒരു മാനിക്യൂനുമായിട്ട് കടന്നു വന്നു. എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞത് നീ ഈ മാനിക്യൂനെ നോക്കൂ, ഇതിന് ജീവനുണ്ട്, പക്ഷേ നിനക്ക് ജീവനില്ല. നീ ഈ മാനിക്യൂന്റെ ഡ്രസ്സ് നോക്കൂ, അതെന്നെ വളരെയധികം വശീകരിക്കുന്നുണ്ട്. എന്നാൽ നീയാകട്ടെ തല മുതൽ കാല് വരെ മൂടി നടക്കുവാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോട് ഒരു തരത്തിലുള്ള ഫീലിങ്സും ഇല്ല. അതുകൊണ്ട് നീ ഈ മാനിക്യൂന് ഇട്ടേക്കുന്ന ഡ്രസ്സ് ഇട്ടിട്ട് എന്നെ സെക്ഷുവലി സാറ്റിസ്ഫൈഡ് ആക്കണമെന്ന്. എന്നിട്ട് അയാൾ ഒരു ഭ്രാന്തനെ പോലെ ഇവളോട് പെരുമാറാൻ തുടങ്ങി. അപ്പൊ ഇവൾ ഇതൊക്കെ കണ്ടിട്ട് ആകെ പേടിച്ചിരിപ്പുണ്ട്. എന്നിട്ട് അവൾ വീണ്ടും പറയുന്നുണ്ട് അതിനുശേഷവും പലതരത്തിലുള്ള ആവശ്യങ്ങളുമായിട്ട് അയാൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെന്ന്. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ അഡ്വക്കേറ്റിന് ആകെ കൺഫ്യൂഷനായി. ഇതിപ്പോ എന്താ സംഭവം, കേസ് തന്നെ ആകെ മാറിപ്പോയല്ലോ എന്ന്. അപ്പോഴായിരുന്നു വീടിന്റെ പുറത്ത് നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് നമ്മുടെ അഡ്വക്കേറ്റ് അത് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നോക്കുമ്പോഴേക്ക് ആ തോട്ടക്കാരൻ ഉണ്ടായിരുന്നില്ലേ,
അയാൾ ഇവർ പറയുന്നതെല്ലാം തന്നെ ഒളിഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇത് നോക്കാൻ പോയ നമ്മുടെ അഡ്വക്കേറ്റിന് പെട്ടെന്ന് ഈ സിന്ദൂര ക്ലോറോഫോം എടുത്തു കൊണ്ടുവന്ന് മണപ്പിച്ചിട്ട് ബോധം കെടുത്തുന്നുണ്ട്. പിന്നെയുള്ള സീനിൽ കാണിക്കുന്നത് ഈ അഡ്വക്കേറ്റ് അവിടെ ഒരു ബെഡിൽ കിടക്കുവാണ്. സിന്ദൂരയാണെങ്കിൽ നേരത്തെ ആ മാനുക്വീൻ ഇട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ അതും ഇട്ടിട്ട് ഇയാളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇത് കാണുന്ന നമുക്കും തോന്നും ഇവളാള് ശരിയല്ല എന്ന്. അത് കഴിഞ്ഞിട്ടുള്ള സീനില് നമ്മുടെ അഡ്വക്കേറ്റിനെ ഒരു കസേരയിൽ കെട്ടിയിട്ട് വെച്ചേക്കുന്നത് കാണിക്കുന്നുണ്ട്. മാത്രല്ല സിന്ദൂരയാണെങ്കിൽ അവളുടെ താലിമാലയൊക്കെ പൊട്ടിച്ചെറിഞ്ഞിട്ട് ഒരു പർദ്ദ ധരിച്ചിട്ട് നിസ്കരിക്കുന്നതും കാണിക്കുന്നുണ്ട്. അവിടുന്ന് തൊട്ടാണ് എന്താണ് ശരിക്കും ഈ സിനിമ എന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. ഓരോ ട്വിസ്റ്റുകളായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുവാണ്. ഈ അഡ്വക്കേറ്റിനെ അവിടെ കെട്ടിയിട്ട് വെച്ചേക്കുവാണല്ലോ, അവന്റെ അടുത്തേക്ക് ഈ പർദ്ദ ഇട്ടിട്ടുള്ള സിന്ദൂര വരുന്നുണ്ട്. അപ്പോൾ അവളോട് ഇയാൾ പറയുന്നുണ്ട് തന്റെ കെട്ടഴിച്ച് വിടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവളാണെങ്കിൽ അതൊന്നും കേൾക്കുന്നില്ല. എന്നിട്ട് അവൾ ഇയാളോട് പറയുന്നത് ജാവേദ് വക്കീലിന്റെ വേഷത്തിൽ നിന്ന് പുറത്തേക്ക് വായെന്നായിരുന്നു. അപ്പോഴും ഈ അഡ്വക്കേറ്റ് ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഈ പറയുന്നത്, നിനക്ക് എന്താ പ്രശ്നം എന്നൊക്കെ. അപ്പോഴാണ് അവൾ ഒരു കാര്യം കാണിച്ചു കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ആ റൂമിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു കർട്ടൻ ഉണ്ടായിരുന്നു. അത് നീക്കുമ്പോഴേക്കും അതിനുള്ളിൽ ഒരു ലോക്കപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ഒരുപാട് മാനിക്യൂൻസും അതിനടുത്ത് കാണാം. അപ്പം ഈ അഡ്വക്കേറ്റ് അവളോട് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ എന്താണെന്ന്. അപ്പം ഇവൾ ഇയാളോട് പറയുന്നുണ്ട് നീ ഇനിയും നിർത്താൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നീ ഇവിടെ തന്നെ ഇരുന്നോ, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ആ റൂമിന്റെ പുറത്തേക്ക് കടക്കാൻ പോകുന്നുണ്ട്. അപ്പോഴായിരുന്നു അഡ്വക്കേറ്റ് അവളോട് പറയുന്നത് അഫ്രീൻ എന്നെ വിട്ടു പോകരുതെന്ന്. അത് കേട്ടിട്ട് അവള് കുറച്ചു നേരം അയാളെ തന്നെ നോക്കി നിന്നിട്ട് അയാളുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് കുറേ നാളുകൾക്ക് ശേഷം നീ എൻ്റെ ശരിക്കുള്ള പേര് വിളിച്ചു അഫ്രീൻ. ശരിക്കും അവളുടെ പേര് അഫ്രീൻ എന്നായിരുന്നു. കൂടാതെ ഈ വക്കീലിന്റെ പേരും മാനസ് വർമ്മ എന്നല്ല, അയാളുടെ പേര് ജാവേദ് എന്നായിരുന്നു. അതിനുശേഷമാണ് ഇവരുടെ പാസ്റ്റിൽ എന്താ സംഭവിച്ചതെന്ന് കാണിച്ചു തരുന്നത്. ഒരു ദിവസം ഈ ജാവേദ് ഇവളുടെ തലയിൽ ഒരു മുറിവൊക്കെ കെട്ടിക്കൊടുത്തിട്ട് അവളോട് പറയുന്നത് ഇന്ന് തൊട്ട് നീ രഘുറാം സിംഗിന്റെ ഭാര്യ സിന്ദൂര സിംഗ് ആണ്. ഞാൻ രഘുറാം സിംഗിന്റെ വക്കീലായ മാനസ് വർമ്മ എന്ന നിലയിൽ നിന്നെ വന്ന് കാണും. അപ്പോൾ നീ എന്നെ കബളിപ്പിച്ചിട്ട് നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് എന്നെ റേപ്പ് ചെയ്യണമെന്ന്. അപ്പൊ ഇത് കേട്ടിട്ട് ഇവൾ ഇയാളോട് ചോദിക്കുന്നുണ്ട് നിനക്കെന്താ ഭ്രാന്താണോ, റേപ്പ് ചെയ്യാനോ, നീ എന്തായി പറയുന്നത് ജാവേദ് എന്ന്. അപ്പൊ അയാൾ പറയുന്നത് ഇനി തൊട്ട് ഞാൻ ജാവേദ് അല്ല മാനസ് വർമ്മയാണ്. അപ്പോൾ നീ എന്നെ അതിനുശേഷം വീണ്ടും പ്രസന്റിലേക്ക് വരുവാണ്. അവിടെ കെട്ടിയിട്ടിരിക്കുന്ന നമ്മുടെ ജാവേദ് ഉണ്ടല്ലോ, അവൻ പറയുന്നുണ്ട് അഫ്രീൻ നിനക്ക് എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു, നമ്മുടെ കുടുംബജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. അപ്പോൾ അഫ്രീൻ അവനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്നെ ഇഷ്ടമായിരുന്നെന്നോ, അങ്ങനെയായിരുന്നെങ്കിൽ ഒരിക്കലും നീ എന്നോട് ഇങ്ങനെ പെരുമാറില്ലായിരുന്നു എന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ ജാവേദ് പറഞ്ഞിട്ടുള്ള ആ ഒരു കഥയിലെ നായികയായിട്ട് നമ്മുടെ അഫ്രീൻ ഇതുവരെ അഭിനയിക്കുകയായിരുന്നു സിന്ദൂര സിംഗ് ആയിട്ട്. അതിനുശേഷമാണ് ഈ സിനിമയിൽ ഉടനീളം എന്തൊക്കെയായിരുന്നു സംഭവിച്ചതെന്ന് ശരിക്കും നമ്മളെ കാണിച്ചു തരുന്നത്. അന്ന് ആ പണി നടക്കുന്ന ബിൽഡിങ്ങിലേക്ക് സിന്ദൂര സിംഗ് ആയിട്ട് ഇവൾ പോയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ നമ്മുടെ വക്കീലിനൊരു കോൾ വരുന്നില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അഫ്രീൻ തന്നെയായിരുന്നു വിളിച്ചത്. അഫ്രീൻ ആയിരുന്നു വിളിച്ചിട്ട് ഇയാളെ ഭീഷണിപ്പെടുത്തുന്നത്. കൂടാതെ നേരത്തെ ഇവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അവൾ ഉറങ്ങിക്കിടക്കുമ്പോൾ മാനിക്കിനായിട്ട് തൻ്റെ ഹസ്ബൻഡ് തൻ്റെ റൂമിലേക്ക് കടന്നു വന്നെന്നും അയാളെ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വശീകരിക്കാൻ പറഞ്ഞെന്നും അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജാവേദ് തന്നെയായിരുന്നു. അവനായിരുന്നു ആ മാനിക്യൂനായിട്ട് അഫ്രീൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അഫ്രീൻ എനിക്കിതൊന്നും ഇനിയും സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ തന്നെ കെട്ടിയിട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ക്യാഷും ഓർണമെന്റ്സും ഒക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ സീനിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ഒരു സ്ത്രീ ഒരു വീട്ടിൽ നിന്നും കുറേ പൈസയും ഓർണമെന്റ്സും ഒക്കെ എടുത്തിട്ട് ഒരു പെട്ടിയിലിട്ടിട്ട് പോകുന്നത്, അത് നമ്മുടെ അഫ്രീനായിരുന്നു. അവൾ പോകുമ്പോൾ അവളുടെ ഐഡന്റിറ്റി തെളിയിക്കുന്ന എല്ലാ രേഖകളും തന്നെ അവിടെ നിന്നും നശിപ്പിച്ചിട്ടാണ് പോകുന്നത്. കൂടാതെ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അവൾ ഒരു വീഡിയോയും റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമുള്ള സീനിൽ കാണിക്കുന്നത് ഈ വീട്ടിലേക്ക് പോലീസ് ഓഫീസേഴ്സ് വരുന്നതാണ്. അവർ വന്ന് നോക്കുമ്പോഴേക്കും ജാവേദിന്റെ തലയൊക്കെ പൊട്ടിയിട്ട് കുറെ ബ്ലഡൊക്കെ പോയിട്ട് ആകെ അവശനായ നിലയിലായിരുന്നു. അയാളെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് അവർ ആ വീട് മൊത്തം അരിച്ചു പറക്കുന്നുണ്ട്. അപ്പോഴായിരുന്നു നമ്മുടെ അഫ്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ച ആ ഒരു വീഡിയോ പോലീസ് ഓഫീസേഴ്സിന്റെ കയ്യിൽ കിട്ടുന്നത്. മാത്രല്ല ജാവേദ് അവിടെ സെറ്റിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ലോക്കപ്പും മാനിക്യൂനും എല്ലാം അവർ കാണുന്നുണ്ട്. ജാവേദ് അഡ്വക്കേറ്റായിട്ട് അഭിനയിക്കുമ്പോൾ അവന്റെ ഓപ്പോസിറ്റ് നിന്നിട്ട് രഘുറാം സിംഗ് ആയിട്ട് അഭിനയിച്ചത് നമ്മുടെ അഫ്രീൻ തന്നെയായിരുന്നു. ആ വീട്ടിൽ നിന്നും ജാവേദ് അഫ്രീന് പഠിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്ന ഡയലോഗ്സും സ്ക്രിപ്റ്റും ഒക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ അവിടെ ഉണ്ടായിരുന്ന ആ സെക്യൂരിറ്റിക്കാരനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അയാൾ പറയുന്നത് ജാവേദ് സാറ് ഭയങ്കര വിചിത്രമായിട്ടാണ് പെരുമാറുന്നത്. ഇടയ്ക്ക് അഫ്രീനെ വേറെ പേരുകളിലൊക്കെ വിളിക്കും, മാത്രമല്ല വീട്ടിൽ പെൺവേഷമൊക്കെ കെട്ടി നടക്കും എന്നൊക്കെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പേടിച്ചിട്ടാണ് ആള് ജോലി ഉപേക്ഷിച്ച് പോകുന്നത്. പിന്നെ അവിടുത്തെ തോട്ടക്കാരനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴും ആള് പറയുന്നത് ജാവേദ് എപ്പോഴും അഫ്രീനെ ഒരു അപരിചിതയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അഫ്രീന് അതിൽ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അവൾ എന്നോട് അവളുടെ സങ്കടങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു എന്നൊക്കെയാണ്. ഇതൊന്നും കൂടാതെ ഈ പോലീസ് കേസ് അന്വേഷിക്കുന്ന പോലീസുകാരനുണ്ടല്ലോ ശ്രീവാസ്തവ, ആളുടെ രൂപത്തിൽ പോലും
നമ്മുടെ ജാവേദ് അഫ്രീനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ ഓർക്കുന്നില്ലേ, അഫ്രീൻ ഒരു സ്റ്റുഡൻറ്റിൻ്റെ വേഷമൊക്കെ ഇട്ടിട്ട് നിൽക്കുമ്പോൾ ആ പോലീസുകാരൻ ആ വീട്ടിലേക്ക് വരുന്നത്, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജാവേദ് തന്നെയായിരുന്നു. അവനൊരു പോലീസുകാരൻ്റെ യൂണിഫോം ഇട്ടിട്ട് അഫ്രീൻ്റെ അടുത്തേക്ക് വന്നതായിരുന്നു. കൂടാതെ അവൾ ആ പണി നടക്കുന്ന ആ ഒരു ബിൽഡിങ്ങിലേക്ക് പോയ സമയത്ത് അവളുടെ തലയിൽ ആ മുറിവുണ്ടായിരുന്നില്ലല്ലോ. അത് ജാവേദ് ആ ടൈമിൽ ചോദിക്കുന്നുണ്ട്. എന്നാൽ പിറ്റേന്ന് ആ മുറിവ് അവളുടെ തലയിൽ ഉണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ജാവേദ് തന്നെ നീ ഇപ്പോൾ സിന്ദൂരിയായിട്ടാണ് അഭിനയിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊന്നും നീ മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ തല മനഃപൂർവ്വം ഒരു ചുമരിൽ കൊണ്ടുപോയി ഇടിച്ചിട്ട് മുറിവ് ഉണ്ടാക്കുന്നതാണ്. ശരിക്കും നല്ലൊരു ഒന്നാം തരം സൈക്കോ തന്നെയാണ് ഈ ജാവേദ്. അവനൊരു ഡോക്ടറാണ്. ഒരു ദിവസം സിന്ദൂര സിംഗ് എന്നു പേരുള്ള ഒരു സ്ത്രീ അവരുടെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും തലയിൽ അടികിട്ടിട്ട് ഇവൻ്റെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ കേസ് അന്വേഷിക്കാനെത്തിയ പോലീസുകാരൻ്റെ കയ്യിൽ നിന്നും പഠിക്കാനാണെന്ന് പറഞ്ഞിട്ട് ഈ കേസ് ഫയൽസൊക്കെ വാങ്ങുന്നുണ്ട്. അങ്ങനെ ഈ കേസൊക്കെ പഠിച്ചിട്ട് അതിലുള്ള ആൾക്കാരെ കുറിച്ച് പഠിച്ചിട്ട് അതിലുണ്ടായിരുന്ന സിന്ദൂര സിംഗ് എന്നു പേരുള്ള സ്ത്രീയുടെ ക്യാരക്ടറായിട്ട് ഇവൻ്റെ ഭാര്യയെ കൊണ്ട് അഭിനയിപ്പിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവൻ അവൻ്റെ ഭാര്യയോടൊപ്പം അഭിനയിക്കുകയായിരുന്നു. ഇവളും ഇവൻ്റെ നിർബന്ധത്തിൽ വഴങ്ങിയിട്ട് ഇവൻ്റെ കൂടെ കൂടിയതായിരുന്നു. സിന്ദൂര സിംഗിൻ്റെ കേസ് ഫയൽ പഠിച്ചിട്ട് ഇവൻ ആ സ്റ്റോറി റോൾ പ്ലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തു. ഈ ജാവേദിന് അക്യൂട്ട് റോൾ പ്ലേ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു രോഗമുണ്ടെന്ന് അവസാനം സൈക്യാട്രിസ്റ്റ് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം അഫ്രീനെ ആരും തന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇങ്ങനെ ഒരു രോഗാവസ്ഥ ഉള്ളത് കാരണം തന്നെ ജാവേദിന് അങ്ങനെ വലിയ ശിക്ഷയൊന്നും ലഭിക്കുന്നില്ല താനും. അങ്ങനെ അവിടെ വെച്ചിട്ട് നമ്മുടെ സിനിമ അവസാനിക്കുകയാണ്. ഈ ഒരു മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ ലോകത്ത് ഉണ്ടാവുമോ എന്നാണ്. മാത്രമല്ല അഫ്രീൻ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ വേറെ ആരെയെങ്കിലും അറിയിച്ചിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇത്രത്തോളം വഷളാകില്ലായിരുന്നു. എന്തായാലും ഒരു കേസ് അന്വേഷണത്തിൽ തുടങ്ങിയിട്ട് നമുക്കറിയാത്ത പല പല കാര്യങ്ങളിലൂടെയും കടന്നു പോയിട്ടുള്ള ഒരു മൂവി തന്നെയായിരുന്നു മൈ ക്ലയൻറ്റ്സ് വൈഫ്. നിങ്ങൾക്ക് എന്താണ് ഈ മൂവിയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം?